അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്കലി എന്താണ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി വേരിയബിൾ അല്ലെങ്കിൽ ഓപ്പറാൻഡ്, ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഈ വേരിയബിളിൽ നമ്മൾ ആക്ച്വലി കുറേയധികം ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾസ് ആണ് ആക്ച്വലി ഓപ്പറേറ്റർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ കുറേയധികം ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഒരു അഡിഷൻ ആകാം, സബ്ട്രാക്ഷൻ ആകാം, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ആകാം, അതുപോലെ ലോജിക്കൽ ആകാം, ഗ്രേറ്റർ ദാൻ ആകാം. അങ്ങനെയുള്ള കുറേയധികം ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഓപ്പറേറ്റർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി നമ്മുടെ സി പ്രോഗ്രാമിലുള്ളത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, കമ്പാരിഷൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ഓപ്പറേറ്ററാണ് നമ്മുടെ സി പ്രോഗ്രാമിലുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഓപ്പറേറ്റേഴ്സാണ് ഇതിൽ ഭൂരിഭാഗം, അല്ലെങ്കിൽ ഇതിലെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സാണ്. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സാണ് ഉള്ളത്, അല്ലേ? അപ്പോൾ നമുക്കൊന്ന് നോക്കാം അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി അറിയാവുന്ന തരത്തിലുള്ള കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അതായത് അഡിഷൻ ചെയ്യാനുള്ള ഓപ്പറേറ്റർ, പ്ലസ്, അതുപോലെ തന്നെ മൈനസ്, അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അപ്പോൾ അടുത്തതാണ് ആക്ച്വലി മോഡുലസ് ഓപ്പറേറ്റർ. അപ്പോൾ മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ഒരു റിമൈൻഡർ കിട്ടാനാണ് ആക്ച്വലി നമ്മൾ മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ഇപ്പോൾ 4/2 എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് ഇതിൻ്റെ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ റിമൈൻഡർ നമുക്ക് എടുക്കാനാണ് മോഡുലസ് ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ട് ഓപ്പറേറ്ററാണ് ഇൻക്രിമെൻ്റ്, അതുപോലെ ഡിക്രിമെൻ്റ്. അപ്പോൾ ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ആക്ച്വലി ഒരു യൂണറി ഓപ്പറേറ്റർ. യൂണറി ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ബേസിക്കലി അതിനെ നമ്മൾ എവിടെയായിരിക്കും യൂസ് ചെയ്യുന്നത്? ഒരു വേരിയബിളിലായിരിക്കും. അവിടെ രണ്ട് വേരിയബിൾ വേണ്ട, ഒരു വേരിയബിളിൽ ആയിരിക്കും നമ്മൾ ഈ ഒരു യൂണറി ഓപ്പറേറ്റർ ആയിട്ടുള്ള ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും നമ്മൾ യൂസ് ചെയ്യും. നമുക്കൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് എനിക്കിപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഒരു വേരിയബിൾ ഉണ്ട് ഐ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 ആക്കി ഞാൻ സെറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു വേരിയബിളാണ്, അതിൻ്റെ വാല്യൂ 0 ആണ്. എനിക്കിതൊന്ന് കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്ന് അഡീഷൻ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു വേരിയബിൾ, അതായത് ആ സിംഗിൾ വേരിയബിളിൽ ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ബേസിക്കലി അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിലോ ബേസിക്കലി ഇവിടെ നടക്കുന്നത് i = i+1 എന്നാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു സിംഗിൾ വേരിയബിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സിംഗിൾ വേരിയബിളിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള യൂണറി ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും നമ്മൾ യൂസ് ചെയ്ത് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ആക്ച്വലി എന്താണെന്ന്. %d and i. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഐയുടെ വാല്യൂ എന്തായി? 1 ആയി. അതുപോലെ തന്നെ ഞാൻ ഈ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് കൊടുത്താലോ എന്താ സംഭവിക്കുക? -1 ആയിരിക്കും. കണ്ടോ, കാര്യം എന്താ? ആക്ച്വലി അതൊരു സിംഗിൾ വേരിയബിളാണ്. അപ്പോൾ സിംഗിൾ വേരിയബിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് കൂട്ടാനും അതുപോലെ കുറയ്ക്കാനുമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഓപ്പറേറ്റേഴ്സാണ് ആക്ച്വലി ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും. ബേസിക്കലി അതൊരു യൂണറി ഓപ്പറേറ്ററാണ്, ഒരു സിംഗിൾ വേരിയബിളിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഓപ്പറേറ്റേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഓപ്പറേറ്റേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒന്നാമത് നമുക്കറിയാം x = 5 എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ കണ്ടിട്ടുണ്ട്. += അതായത് ഈ += എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി അതൊരു ഷോർട്ട് ഫോമാണ്. അതായത് ഇപ്പോൾ ഒരു ഇൻറ്റീജർ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു x. ഓക്കെ, x = 5 എന്നും പറഞ്ഞ് ഞാൻ കൊടുത്തു. എന്നിട്ട് എനിക്ക് ഈ ഒരു ഇപ്പോൾ എക്സിൻ്റെ അകത്ത് 5 ഉണ്ടല്ലോ, ഇതിൻ്റെ കൂടെ എനിക്കൊരു 6 ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെ സാധാരണ ചെയ്യുന്നത്? x = x+6. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ആ ഒരു 5ൻ്റെ കൂടെ x ആഡ് ചെയ്തിട്ട് എക്സിൽ തന്നെ സ്റ്റോർ ചെയ്തു, അല്ലേ? നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്യിക്കാം x. ഓക്കെ, റൺ ചെയ്തിട്ട് ഒന്ന് അടുത്ത ലൈനിലോട്ടൊന്ന് ആക്കിക്കട്ടെ. ആക്ച്വലി 11 പ്രിൻ്റ് അയക്കുന്നത്. കണ്ടോ, 11 പ്രിൻ്റായി. ഓക്കെ, അപ്പോൾ
എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 6 എന്നാണ് ഞാൻ ആക്ച്വലി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എനിക്ക് ഷോർട്ട് ഫോം ചെയ്തുകൊണ്ട്, അതായത് എക്സിൻ്റെ കൂടെ തന്നെയല്ലേ 6 കൂട്ടുണ്ട്, എന്നിട്ട് എക്സിൽ തന്നെ സ്റ്റോർ ചെയ്യണം. സോ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത്രയും നീട്ടി എഴുതുന്നതിന് നമുക്ക് എക്സ് പ്ലസ് ഈക്വൽ ടു 6 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയ അതേ സെയിം അർത്ഥം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിൻ്റെ അർത്ഥം എന്തുവാ, എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 6 എന്നാണ്. അതായത് ഒരു വേരിയബിളിൻ്റെ കൂടെ പുതിയൊരു സംഖ്യ കൂട്ടിയിട്ട് അതേ വേരിയബിളിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തഡോളജി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഓപ്പറേറ്റർ നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ അഡിഷൻ മാത്രമല്ല, അതുപോലെ തന്നെ ഒരു സംഖ്യയുടെ കൂടെ അല്ലെങ്കിൽ ഒരു വേരിയബിളിൻ്റെ കൂടെ മറ്റൊരു വേരിയബിളിനെ മൈനസ് ചെയ്യാനും, അതായത് സബ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനും എന്നിട്ട് സെയിം ആയിട്ടുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഷോർട്ട് ഫോം മെത്തഡോളജി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചറിയും, ആക്ച്വലി അതൊരു ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. അപ്പോൾ ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഷിഫ്റ്റ് ഓപ്പറേറ്റർ നമുക്ക് ആക്ച്വലി നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ തൽക്കാലം നിങ്ങളത് ശ്രദ്ധിക്കേണ്ട, അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യം അതിൽ നമുക്ക് ബൈനറി നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ഒരു കോൺസെപ്റ്റ് ഉള്ളൂ. അപ്പോൾ തൽക്കാലം നമുക്കതൊന്ന് പിന്നീട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അത് അറിഞ്ഞില്ല എന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. കാര്യം നമ്മളിത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് നമുക്ക് ഇൻറ്റേർണലി നമുക്കൊന്ന് പഠിക്കാം. അതിനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബൈനറിയുടെ കോൺസെപ്റ്റൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ആ രണ്ട് ഓപ്പറേറ്റർ മാത്രമേ ഉള്ളൂ, ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്, റൈറ്റ്. ഇനി അടുത്തതെന്ന് പറയുന്നത് കമ്പാരിഷൻ ഓപ്പറേറ്റർ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് കമ്പാരിഷൻ ഓപ്പറേറ്റർ എന്താണ്. അതായത് രണ്ട് നമ്പർ, അതായത് ഇപ്പോൾ എക്സിൻ്റെ അകത്ത് 5 ഉണ്ട്, അതുപോലെ വൈയുടെ അകത്ത് 5 ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ എക്സും വൈ ഈക്വലാണോ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡബിൾ ഈക്വൽ ടു അഥവാ ഈക്വൽ, അതായത് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇത് ഈക്വൽ ആണോ ചെക്ക് ചെയ്യുന്നത് ഡബിൾ ഈക്വൽ ടു ഇട്ടിട്ടാണ്, റൈറ്റ്. അതാണ് ഇവിടെ എക്സ് ഈക്വൽ ടു വൈ ഇട്ടേക്കണത്. അപ്പോൾ എക്സിൻ്റെ അകത്ത് വൈയുടെ അകത്ത് സെയിം വാല്യൂ ആണെങ്കിലോ അത് ട്രൂ ആയിരിക്കും. ഓക്കെ. ഇനി നോട്ട് ഈക്വൽ ടു ആണെങ്കിലോ എക്സിൻ്റെ അകത്ത് 6 അതുപോലെ തന്നെ വൈയുടെ അകത്ത് 5 അങ്ങനെ എന്നാൽ അത് നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ, അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ്ക്ലമേറ്ററി മാർക്ക് ഈക്വൽ ടു ഇടും. പിന്നെ നമുക്കറിയാം ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കമ്പാരിഷൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ നോട്ട് ഈക്വൽ ടു എന്ന് ഞാനിവിടെ പറഞ്ഞിരുന്നു അല്ലേ, അതായത് ഈക്വൽ ടു ആണെങ്കിൽ, അതായത് ഈക്വൽ ടു ഇടാൻ നേരത്ത് എന്താ സംഭവിക്കുന്നത്, ഈക്വൽ ആണെങ്കിൽ ട്രൂ ആയിട്ട് റിട്ടേൺ ചെയ്യും. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഫോൾസ് ആണെങ്കിൽ മാത്രമേ ട്രൂ ആയിട്ട് റിട്ടേൺ ചെയ്യുള്ളൂ, റൈറ്റ്. അപ്പോൾ ഇതാണ് കമ്പാരിഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ പറ്റി നമുക്ക് നോക്കാം. ലോജിക്കൽ ഓപ്പറേറ്ററിനെ പറ്റി ചിന്തിക്കാൻ നേരത്ത്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ പറ്റി പറയാൻ നേരത്ത്, ബേസിക്കലി ഇവിടെ ഉള്ളത് ആൻഡ്, ഓർ, നോട്ട് എന്ന് പറയുന്ന 3 ഓപ്പറേറ്ററാണ്, റൈറ്റ്. അതിൽ ആൻഡ് ആണ് ആക്ച്വലി നമുക്ക് ഈ ഒരു ആംപ്രസൻറ്റ്, എസ് പോലുള്ള ആംപ്രസൻറ്റ് സിമ്പിളുള്ളത്. ഓറാണ് ഈ ഒരു 2 വരെയുള്ളത്. ആൻഡ് എക്സ്ക്ലമേറ്ററി മാർക്ക് എന്ന് വെച്ചാൽ ആ ഒരു നോട്ടാണ്, അതായത് എന്താണോ കണ്ടൻറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കും. അത് നമുക്കൊന്ന് ചെയ്ത് തന്നെ നോക്കാം. ഓക്കെ. അതിന് മുന്നേ ഞാൻ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, എക്സ് ലെസ് ദാൻ 5 അതുപോലെ എക്സ് ലെസ് ദാൻ 10 എന്ന് പറയുന്ന 2 എക്സ്പ്രഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 എക്സ്പ്രഷനും ട്രൂ ആയാൽ മാത്രമേ ആ ഹോൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ട്രൂ ആകുള്ളൂ. കാര്യം എന്താ, അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആൻഡ് ആണ്. അതായത് ആൻഡ് നമ്മൾ ഇടുവാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും എക്സ്പ്രഷൻ ട്രൂ ആയാൽ മാത്രമേ ആ ഹോൾ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിട്ട് മാറുള്ളൂ. എന്നാൽ ഓറിൻ്റെ കേസിലോ ആ ലെഫ്റ്റിലും റൈറ്റിലും ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ തന്നെ ആ ഹോൾ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹോൾ എക്സ്പ്രഷൻ ട്രൂ ആയിട്ട് മാറും. നോട്ട് എന്ന് പറയുന്നത് ആ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റിന് ട്രൂ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഫോൾസ് എടുക്കും. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പേടിക്കണ്ട, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതൊക്കെ ഒന്ന് മാറ്റുവാണ്, ഇതെല്ലാം ഒന്ന് കളഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഒരു 2 വേരിയബിൾ ആക്ച്വലി കൊടുക്കുവാണ്. 2 വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുവാണ്, എക്സും വൈ എന്നും പറഞ്ഞിട്ട് 2 വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുവാണ്, റൈറ്റ്. എന്നിട്ട് എക്സിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്ത് 5 വെച്ച്, അതുപോലെ തന്നെ വൈയുടെ അകത്ത് ഞാനൊരു 6 വെച്ച്, റൈറ്റ്. അപ്പോൾ ഇങ്ങനെ 2 വാല്യൂസ് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിനെ ചെക്ക് ചെയ്യാൻ പോവാണ്. എന്താണ്, ഇഫിൻ്റെ അകത്ത് ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ 10 ആയിരിക്കണം. അതുപോലെ തന്നെ എന്തായിരിക്കണം,
ഈ y എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ ടെസ്റ്റ് ചെയ്യുന്നത്, എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 10 ആണ്, അതുപോലെ തന്നെ വൈയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 11 ആണ്. അപ്പോൾ ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ആ ഹോൾ സ്റ്റേറ്റ്മെൻറ്റ്, കാര്യം അത് ആൻഡ് ആയത് കാരണം ഹോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് ഒരു സാമ്പിൾ നമുക്ക് ഒരു എന്തെങ്കിലും ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ആക്ച്വലി ഒരു ട്രൂ എന്നും പറഞ്ഞ് എഴുതുവാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത് ചെറിയൊരു കൺഫ്യൂസിങ് ആണ്, ബട്ട് ഭയങ്കര എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം, നമുക്കൊന്ന് റൺ ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ എന്താ നമുക്ക് കിട്ടണമെന്ന് നോക്കാം. ഓക്കെ, ട്രൂ റിട്ടേൺ ചെയ്തല്ലേ. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ സംഭവിച്ചിരിക്കുന്നത്, എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 10ഉം വൈ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1ഉം ആണെന്നാണ് നമ്മൾ ആക്ച്വലി ആ ഒരു ഇഫിൻ്റെ അകത്ത് കൊടുത്തേക്കണം, ആ ഒരു എന്താ കൊടുത്തേക്കണം, ആ ഒരു ഹോൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ അല്ലേ. അപ്പോൾ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ഒരു ആംപ്രസെൻ്റ്, അതായത് ആൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആൻഡിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സ്പ്രഷനും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആ ഒരു ചെറിയ എക്സ്പ്രഷൻസ് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ആ ഹോൾ എക്സ്പ്രഷൻ ട്രൂ ആണെന്ന് ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. അതായത് ആ ഒരു ഇഫിൻ്റെ ഹോൾ എക്സ്പ്രഷൻ ട്രൂ ആണെന്ന് ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ അതെന്ത് ചെയ്യൂ, അകത്തോട്ട് കയറുള്ളൂ, അതായത് ട്രൂ പ്രിൻറ്റ് ചെയ്യുള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതെന്ന് പറയുന്നത് ഈ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ ലെസ് ദാൻ 10 അല്ലേ കൊടുത്തേക്കുന്നത്, എക്സിൻ്റെ വാല്യൂ ഇനിയിപ്പോൾ 10 തന്നെ കൊടുത്തു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരെണ്ണം ഫോൾസ് ആവും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. കണ്ടോ, ഒന്നും വന്നില്ല. കാര്യം എന്താ, കാര്യം ആ ആൻഡ് ആയതുകൊണ്ട് തന്നെ ആൻഡിൻ്റെ ലെഫ്റ്റും ട്രൂ ആകണം, റൈറ്റ് സൈഡും ട്രൂ ആകണം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചാണ്, ലെഫ്റ്റ് എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ട് മാറി. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചത്, ഇവ അകത്തോട്ട്, അതായത് ട്രൂ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പ്രിൻറ്റ് വർക്ക് ചെയ്യത്തില്ല. റൈറ്റ്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഇവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കണത്, വൈ എന്ന് പറയുന്നത്, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലെ വൈ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞ ട്രൂ ആണ്, ലെഫ്റ്റിലുള്ള എക്സ് ലെസ് ദാൻ 10 എന്ന് പറയുന്നതാണ് ഫോൾസ്. അതുകൊണ്ടാണ് ആൻഡ് വർക്ക് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഓർ ഇട്ട് നോക്കാം. അതായത് ഇതാണ് ഓറിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്, ഇതാണ് ഓറിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, അത് ട്രൂ ആയി. കാര്യം എന്താ, ഓർ ഇടാൻ നേരത്ത് രണ്ടും ട്രൂ ആകണമെന്നില്ല. ഏതെങ്കിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കൺസിഡർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ട്രൂ ആയാൽ തന്നെ ആ ഹോൾ ഇഫിൻ്റെ എക്സ്പ്രഷൻ ട്രൂ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. റൈറ്റ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇതിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ ഈ ഒരു ഹോൾ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഹോൾ എക്സ്പ്രഷൻ്റെ മുന്നിൽ ഞാൻ ആക്ച്വലി ഈ ഒരു സിമ്പിൾ ഇടുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഒന്നും വർക്ക് ചെയ്യില്ല. കാര്യം എന്താ, അതിനെ നെഗേറ്റ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്, ഫോൾസ് ആയിട്ട് മാറി. അത് കുറച്ചും കൂടി ഒരു ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ചിലപ്പോൾ ഇതിൽ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കാൻ ചാൻസ് ഉണ്ട്. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിൾ കൺസെപ്റ്റാണ്. അതായത് എന്താണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കും. അതായത് ഇപ്പോൾ ഞാൻ ആക്ച്വലി എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 100 കൊടുത്ത്. അപ്പോൾ ഇതെന്താ, സ്വാഭാവികമായിട്ടും അതൊരു ട്രൂ കണ്ടീഷനാണ്. അപ്പോൾ ഇതൊരു ഹോൾ സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഒന്ന് ബ്രാക്കറ്റിലാക്കുവാണ്, അല്ലെങ്കിൽ പാരന്തസിസിലാക്കുവാണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ 100 എന്ന് പറയുന്നത് എന്താണ്, അത് ബേസിക്കലി ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ഞാൻ എന്ത് ചെയ്യുന്നു, അത് എന്തിനാ ഞാൻ ഒരു പാരന്തസിസിൻ്റെ അകത്ത് ആക്കിയത്, കാര്യം അതിനെ ഞാൻ നെഗേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പാരന്തസിസിലാക്കിയത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണു, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചാൽ, എക്സ് ലെസ് ദാൻ 100 എന്ന് പറയുന്നത് ബേസിക്കലി ട്രൂ ആണ്. അപ്പോൾ ആ ഒരു ഹോൾ സ്റ്റേറ്റ്മെൻറ്റിന് ഞാൻ പാരന്തസിസിൻ്റെ അകത്ത് ആക്കിയിട്ട് ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് കൊടുത്തു. അപ്പോൾ എന്താ സംഭവിച്ചാൽ, അത് ഫോൾസ് ആയിട്ട് മാറി. അപ്പോൾ ഫോൾസ് ആയിട്ട് മാറിയത് ഏതിൻ്റെ അകത്തുള്ളത്, ഇഫ് എന്ന് പറയുന്ന കണ്ടീഷൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായാലും ഫോൾസ് ആയിട്ട് മാറി. അതുകൊണ്ട് തന്നെ അവിടെ ട്രൂ പ്രിൻറ്റ് ചെയ്യത്തില്ല. റൈറ്റ്. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് പറയുന്നത്, ഇപ്പോൾ കണ്ടോ, ഒന്നും പറഞ്ഞില്ലല്ലോ. ഇനി ഇതെന്ന് പറയുന്നത് ഞാൻ തെറ്റിച്ച് കൊടുക്കാൻ പോകണം. അതായത് ഈ എക്സ് ലെസ് ദാൻ 100 അല്ലേ കൊടുത്തത്, എക്സ് ലെസ് ദാൻ 100 എടുക്കട്ടെ. എന്നിട്ട് ഞാൻ ഈ എക്സിൻ്റെ വാല്യൂ 1000 ആക്കാൻ പോകണം. ഇത് സ്വാഭാവികമായിട്ട് ഫോൾസ് ആണ് അല്ലേ. അപ്പോൾ ഇത് ഫോൾസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കണം, എക്സ് ലെസ് ദാൻ 100, അത് എക്സിൻ്റെ വാല്യൂ 1000 ആയതുകൊണ്ട് തന്നെ ഫോൾസ് ആണ്. പക്ഷേ അതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. അപ്പോൾ എന്താ, ഇഫിൻ്റെ ആ ഒരു ഹോൾ കണ്ടീഷൻ വരുന്നത് ട്രൂ ആവും. കണ്ടോ, ട്രൂ പ്രിൻറ്റ് ചെയ്ത് കണ്ടോ. അപ്പോൾ
ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇൻ കേസ് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ഒന്നും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. ബൈ.